ജനനായകൻ റിലീസ് വീണ്ടും പെൻഡിങ് ആയി. സുപ്രീം കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് ജനനായകത്തിന് വളരെ അനുകൂലമായൊരു വിധി സമ്പാദിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷേ സുപ്രീം കോടതി ഇതിൽ നിന്നും ജനനായകൻ റിലീസ് വീണ്ടും അനിശ്ചിതത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഇപ്പോൾ വീണ്ടും വിജയ് എന്ന് പറയുന്നത് വീണ്ടും ഊരാക്കുടുക്കിലേക്ക് പെട്ടുപോയിരിക്കുകയാണ്. അതായത് ജനുവരി 9-ന് റിലീസ് ചെയ്യേണ്ട ഒരു ഫിലിമാണ്. അതൊരു ജനുവരി 15-ന് റിലീസ് ചെയ്യും വിചാരിച്ചു. പിന്നീട് ഹൈക്കോടതി കേസായി മൊത്തം സുപ്രീം കോടതിയിലേക്ക് മാറ്റി. ഒരു ജനുവരി 30-നെങ്കിലും പടം റിലീസാകുമെന്നാണ് അണിയറ പ്രവർത്തകർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മൊത്തം കോംപ്ലിക്കേറ്റഡ്, ഓരോ ദിവസം കഴിയുന്നതോറും അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയും അവസാനം ഇപ്പോഴും ആർക്കും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇപ്പോഴും പോസ്റ്റ്പോണ്ട് ചെയ്തിരിക്കുകയാണ് റിലീസിങ്. മൊത്തം അവസ്ഥ വളരെ പരിതാപകരമാണ്. അതായത് വിജയന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് ഇപ്പോൾ ജനനായകൻ എന്ന് പറഞ്ഞ മൂവിയിൽ ഇന്റർവ്യൂവിന് ശേഷം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സുമാണ് പറയുന്നത്. അത് റിലീസാകണമെന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇലക്ഷന് മുമ്പ് റിലീസാകണം, എന്നിട്ടേ അതിന് വലിയ കാര്യമുള്ളൂ. അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്രയും കോടി ചെലവഴിച്ചിട്ട് പടം റിലീസ് ചെയ്തിരിക്കുന്നത്. അതായത് ഫെബ്രുവരി 28-ാം തീയതി ഇലക്ഷൻ പ്രൊസീജിയേഴ്സ്, ഇലക്ഷൻ മാനിഫെസ്റ്റോ വരികയാണ്. അപ്പോൾ ഒരിക്കലും വിജയ് ഇലക്ഷന് നിൽക്കുന്നത് കൊണ്ടും ഒരു കാൻഡിഡേറ്റ് ആയതുകൊണ്ട് ഒരിക്കലും റിലീസ് ചെയ്യാൻ കഴിയില്ല. ജയലളിത മരിച്ചതിന് ശേഷമാണ് വിജയ് ശരിക്കും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചത്. എന്താ കാരണം? അവിടെ കരുണാനിധിയും പോയി. പിന്നെ ആകുള്ളത് മറ്റേ സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ അടുത്ത മുഖ്യമന്ത്രിയാകുന്നു കണ്ടപ്പോൾ ആൾക്ക് മനസ്സിലായി ഇതാണ് കൃത്യമായി രാഷ്ട്രീയ പ്രവേശനത്തിന് കൃത്യമായ ടൈം. അദ്ദേഹം വന്നു. പിന്നെ മറ്റേ ടീമുകളുണ്ടല്ലോ, രജനീകാന്ത്, കമലഹാസൻ, രണ്ടും പരാജയപ്പെട്ടു. പിന്നെ രജനീകാന്തിന് മുഖ്യമന്ത്രിക്ക് നല്ല കണ്ണുണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ പ്രായവും അദ്ദേഹത്തിന്റെ രോഗങ്ങളും അനുവദിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം അവിടെ അവസാനിപ്പിച്ചു. പിന്നെ ആകുള്ള വിജയിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലെങ്കിൽ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രായം തന്നെയാണ്. 51 വയസ്സായിട്ടുള്ളൂ, ചെറുപ്പമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ സിനിമയുടെ പീക്ക് പോയിന്റുമാണ്, നല്ല ഫാൻസ് ഇതുണ്ട്. അപ്പൊ ആ ഒരു ഇതിലാണ് ആര് വന്നത്, വിജയ് രാഷ്ട്രീയ പ്രവേശനം കറക്റ്റായിട്ട് ടൈമിങ്ങിൽ വന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കളി എന്ന് പറയുന്നത് സിനിമയിലെ ഗെയിമും രാഷ്ട്രീയ ഗെയിമും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടെന്ന് വിജയ്ക്ക് ഇപ്പൊ ബോധ്യമായിട്ടുണ്ടാവും. കാരണം കരൂർ ദുരന്തത്തിന് ശേഷം അദ്ദേഹം എങ്ങനെയൊക്കെ ഒരു മാസം കഴിഞ്ഞു, ഒരു മാസത്തെ 1.5 മാസത്തിന്റെ റെസ്റ്റിന് ശേഷം വീണ്ടും അദ്ദേഹം വളരെ ശക്തമായിട്ട് വന്നു. ആ ജനനായകൻ എന്നുള്ള ജനുവരി 9-ന് അദ്ദേഹത്തിന് ഒരു 8-ന്റെ പണി കിട്ടുന്ന അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. കാരണം ഡിസംബറിൽ തന്നെ ഏകദേശം 13ഓളം കട്ടുകളുണ്ട്, പല ഭാഗങ്ങളെ മ്യൂട്ട് ചെയ്തു. ആ പടം ഏകദേശം ജനുവരി 5-6-ാം തീയതി ആകുമ്പോഴാണ് ഇതിന്റെ സീരിയസ്നെസ് AVM പ്രൊഡക്ഷനും വിജയ്ക്കും മനസ്സിലാകുന്നത്. പിന്നീട് അദ്ദേഹം ജനുവരി 8-നെങ്കിലും എല്ലാ സിനിമകളും അങ്ങനത്തെ സുര തുടങ്ങിയ പടങ്ങളും മറ്റു മനസ്സിലാക്കാൻ ഇതുപോലെ തന്നെയാണല്ലോ, തലേദിവസം വരെയാണ് സസ്പെൻസും ആ ദിവസം രാവിലെ അടക്കം സെൻസർ കിട്ടിയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ തുടങ്ങുമെന്ന് വിചാരിച്ചു. പക്ഷെ അദ്ദേഹത്തിന് ജനുവരി 9 പോയിട്ട് ജനുവരി 15-ന് റിലീസായില്ല. അപ്പൊ ഈ നിമിഷം വരെ ഏകദേശം ജനുവരി 30-നെങ്കിലും റിലീസാകുമെന്ന് വിചാരിച്ചു. ഇപ്പോഴും അതൊരു അനിശ്ചിതത്വമാണ്. അപ്പോൾ റീസെൻ്റായിട്ട് സുപ്രീം കോടതിയിൽ ആ പടത്തിനെ കുറിച്ച് ഇപ്പോൾ ഡേറ്റ് എപ്പോഴാണ് എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. അപ്പൊ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ വീണ്ടും കുരുക്കുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇലക്ഷൻ പ്രൊസീജിയേഴ്സ്, ഇലക്ഷൻ കമ്മീഷൻ പല നിരോധനങ്ങളും വരും. വിജയ് നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയന്റെ പടം റിലീസ് ചെയ്യിപ്പിക്കില്ല. ഫെബ്രുവരി 28-ന് ശേഷം ഇലക്ഷൻ മാനിഫെസ്റ്റോ ഒക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ വീണ്ടും അനിശ്ചിതത്വത്തിലേക്ക് പോകും. പിന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് ഈ പടം റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു ദുരന്തമായി മാറും. മൊത്തം 1 രൂപ 2 രൂപന്റെ പടമല്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം തന്നെ. 1 രൂപ 2 രൂപന്റെ പടമാണെന്ന് ഒരു കുഴപ്പമില്ല. ഇത് കോടികൾ കൊണ്ടുള്ള ബിസിനസ്സാണ്. കുറച്ച് ഒരു ദിവസം പെൻഡിങ് ആയാൽ തന്നെ പ്രശ്നമാകും. അപ്പൊ അതിൽ തന്നെ ഇപ്പോൾ ഇത് റിലീസിന് മുമ്പ് തന്നെ എല്ലാ എഗ്രിമെന്റുകളും ആമസോൺ പ്രൈമിലാണ് ഇത് വരാൻ നിന്നത്. അവര് എഗ്രിമെന്റും എത്ര രൂപയാണെന്ന് അറിയില്ല, എന്നാലും കോടികളുടെ ആയിരിക്കും ബിസിനസ്. അത് ഇപ്പോൾ വീണ്ടും വിജയന്റെ പേരിൽ കേസ് കൊടുക്കാൻ പോവാണ്. റിലീസിങ് ഡേറ്റും മറ്റേ തിയേറ്റർ റിലീസൊന്നും ഇല്ലാതെ ഇത് ചെയ്യാനും പറ്റില്ല, OTT റിലീസും പറ്റില്ല. മൊത്തം അവരും കേസ് കൊടുക്കാൻ പോകണ. അപ്പൊ നിയമപ്രകാരം വിജയ് എന്ന് പറയുന്നത് വീണ്ടും കുരുക്കിൽ നിന്ന് കുരുക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, രജനീകാന്ത് പറഞ്ഞ നടൻ ഉള്ളിക്കുള്ള വിജയനെ നല്ല അസൂയുണ്ട്.
സന്ദർഭം കിട്ടുന്ന സമയത്തൊക്കെ വിജയിനെ കുട്ടുന്ന രീതിയിലാണ് രജനീകാന്തിന്റെ കാഴ്ചപ്പാട്. നമുക്കറിയാം മറ്റേ കാക്ക കഴുകു സ്റ്റോറി തിരിച്ച് വിജയ് പറഞ്ഞ ഡയലോഗുകൾ മൊത്തം അവസരം കിട്ടുന്ന സമയത്തൊക്കെ രജനീകാന്ത് വിജയിനെ കൊട്ടുകയും ചെയ്യും. അതിപ്പോൾ DMK-നെ ഡയറക്റ്റ് ആയിട്ട് ആളെ സപ്പോർട്ട് ചെയ്യാനും തുടങ്ങി. അപ്പോൾ മൊത്തം ഇലക്ഷൻ പ്രവേശനം എന്ന് പറയുന്നത് വിജയ്ക്ക് സുഗമമായിരിക്കില്ല എന്ന് ഉറപ്പാണ്. ആരെ വെക്കാൻ ഇഷ്ടം പോലെയുണ്ട്, സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ആളുകളുണ്ട്. പിന്നെ പടത്തിന്റെ കാര്യം ഇങ്ങനെയുമായി മൊത്തം വിജയ് വലിയൊരു ഊരാക്കുടുക്കിലേക്ക് വീണ് കഴിഞ്ഞു. അതിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഓക്കെ, കുറെ ഫാൻസ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. മാത്രം എതിരായിട്ടല്ല സംസാരിച്ചത്, സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും വിജയ് എതിരാണ് അല്ലേ. അതായത് DMK ഡയറക്റ്റ് ശത്രുവും മറ്റേ BJP എന്ന് പറയുന്നത് ഒരു ഓപ്പോസിറ്റ് ശത്രുവാണ്, ഒരു ഇൻഡയറക്റ്റ് ശത്രുവും കൂടിയാണ്. രണ്ടുപേരും എതിർത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ റിലീസിങ് എന്ന് പറയുന്നത് സെൻട്രലിലും പിടിക്കും. അപ്പൊ മൊത്തം അവസ്ഥ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് വിജയ് നിൽക്കുന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഫെബ്രുവരി 28 വരെ ഈ പടം റിലീസ് ചെയ്യുകയില്ല. ഫെബ്രുവരി 28-ന് ശേഷം ഇലക്ഷൻ മാനിഫെസ്റ്റോ വന്നതുകൊണ്ട് അതും സഹായിക്കില്ല. പിന്നെ ഇലക്ഷനെ കഴിഞ്ഞ് ആഫ്റ്റർ ഈ പടം ഇറക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനേക്കാൾ ഒരു ജീവമരണ പോരാട്ടമായി മാറും. അതായത് 1-2 രൂപന്റെ മൂവിയല്ല ഈ മൂവി എന്ന് പറയുന്നത്. ഏകദേശം 500 കോടിയോളം മുതൽ മുടക്കിലാണ് ഈ മൂവി റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ നഷ്ടം എന്ന് പറയുന്നത് വൻ നഷ്ടമായിരിക്കും. ഇപ്പൊ തന്നെ അതിന്റെ പ്രൊഡ്യൂസേഴ്സും അതിന്റെ OTT പകർപ്പവകാശം നൽകിയ മറ്റേ ആമസോണും എല്ലാം കൂടിയിട്ട് ഇപ്പൊ തന്നെ പ്രശ്നങ്ങൾ ഒരുപാടായി. അതായത് വിജയിന്റെ പ്രതിഫലം തന്നെ അതിൽ ഏകദേശം 220 കോടിയാണ്, 350 കോടി ബഡ്ജറ്റ്. പിന്നെ മറ്റേ പോസ്റ്റർ മറ്റേ വിതരണം എല്ലാം കൂടി ആണ് ഈ 500 കോടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഒരു വൻ ദുരന്തത്തിലേക്ക് അല്ലെങ്കിൽ വൻ നഷ്ടത്തിലേക്ക് ഇപ്പോൾ കലാശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം ജനുവരി 9 പറഞ്ഞ റിലീസിന് നമ്മുടെ സാധാരണ ഒരു തിയേറ്ററിൽ പോലും വൻ ബാനർ, അതായത് ഏകദേശം ഒരു 10 അടി 15 അടി നീളവും വീതിയുള്ള ബാനറുകളാണ് വെക്കുന്നത്. അതായത് ഒരു സാധാരണ ഒരു കേരളത്തിലൊരു തിയേറ്ററിൽ പോലും ഒരു ചുരുങ്ങിയൊരു 25,000 രൂപ ഒരു തിയേറ്ററിന്റെ മുമ്പിൽ, റിലീസിങ് തിയേറ്ററിന്റെ മുമ്പിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാട് അപ്പോൾ എന്തായിരിക്കും സ്ഥിതി? അത്രയും പൈസ ചെലവാക്കിയിട്ട് ആ പടം ഒരു ദിവസം റിലീസിങ് മാറ്റി വെച്ചാൽ തന്നെ ഭയങ്കര ഇതായിരിക്കും അല്ലേ. അപ്പൊ ജനുവരി 9-ന് ഒരുപാട് തിയേറ്റർ, ഇപ്പൊ നിങ്ങൾ അടുത്തുള്ള തിയേറ്ററുകളിലൊക്കെ അറിയാം വിജയന്റെ ജനനായകൻ എന്ന് പറയുന്ന മൂവിയുടെ ഇപ്പോഴും പോസ്റ്റർ മാറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അത്രയും പോസ്റ്ററുകളും ഇതും ഇറക്കിയതിനു ശേഷം അത് റിലീസിങ് ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററുകാർക്ക് വന്ന പ്രശ്നമാകും. തിയേറ്ററുകാർ പിന്നീട് കൊടുക്കില്ല, റിലീസിംഗ് ഡേറ്റ് കൊടുക്കില്ല. ഇപ്പൊ KVM പ്രൊഡക്ഷൻ ഒരു ദിവസം 2 ദിവസം വെൻഡിങ് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പൊ ഏകദേശം ഇപ്പൊ ഒരു മാസം ജനുവരി 9 കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം ജനുവരി 30 ആറായി. ഇപ്പോഴും റിലീസിങ്ങിനെ കുറിച്ച് ഒരു അനിശ്ചിതത്വമാണ്. അപ്പൊ അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങള്. പിന്നെ ആമസോൺ എന്ന് പറയുന്നത് OTT റിലീസിങ് സമയമായി. തമിഴ് സിനിമയൊക്കെ ഏകദേശം 8 മാസത്തിനുള്ളിൽ വരും. അവരത് കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് വാങ്ങിയതാണ്. അവര് റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപിച്ചു. പക്ഷെ അവിടെയും ഇവിടെ തിയേറ്റർ റിലീസ് ഇല്ലാതെ കൊടുക്കാൻ പറ്റില്ല. മൊത്തം ആമസോണ് കേസ് കൊടുക്കാൻ പോവാണ്. അപ്പൊ ഇതിന്ന് മനസ്സിലാകുന്നത് വിജയ്ക്ക് ഒരിക്കലും രാഷ്ട്രീയ പ്രവേശനം എന്ന് പറയുന്നത് ഒരിക്കലും സുഗമമായിട്ട് നിൽക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് ഒരു സിനിമയിലെ ഉള്ള ഗിമ്മിക്കുകള് ഡയറക്റ്റ് രാഷ്ട്രീയത്തിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് കഴിയില്ല എന്ന് ഇതെല്ലാം ബോധ്യമാക്കി തരുന്നു. അതായത് കരൂർ ദുരന്തത്തിന് ശേഷം അദ്ദേഹം ഒരു 1-2 മാസം റെസ്റ്റിന് ശേഷം സജീവ രാഷ്ട്രീയത്തിൽ വീണ്ടും രംഗപ്രവേശം ചെയ്തതാണ്. 2-3 സമ്മേളനങ്ങൾ, ഈറോഡ്, തഞ്ചാവൂര്, അങ്ങനെയുള്ള 2-3 സ്ഥലങ്ങളിൽ അദ്ദേഹം വൻ സമ്മേളനമൊക്കെ വിളിച്ചുകൂട്ടി വീണ്ടും ആ ഒരു ക്ഷീണം തീർത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പടത്തിന്റെ റിലീസ് ജനുവരി 9-ന് വരുന്നത്. അപ്പോൾ അതിന്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ വ്യൂ ഒക്കെയാണ് ആ സിനിമയില് കൈകാര്യം ചെയ്യുന്നത്. അത് ഇല്ലാതാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇതായി മാറിയില്ല. അതായത് അദ്ദേഹത്തിന്റെ പ്രവേശനം എന്ന് പറയുന്നത്, രാഷ്ട്രീയ പ്രവേശനം എന്ന് പറയുന്നത് ഉദയനിധി സ്റ്റാലിൻ വരുന്നുണ്ട്, സ്റ്റാലിന്റെ പിൻഗാമിയായിട്ട്. അതാണ് മെയിൻ ആയിട്ടുള്ളത്. അതായത് 2016 ജയലളിത മരിച്ചതിന് ശേഷം ഈ ഒരു റിലീസിംഗ് എന്ന് പറയുന്നത് മറ്റേ ഈ രാഷ്ട്രീയ പ്രവേശനം എന്ന് പറയുന്നത് വളരെ സജീവമാണ്. അതായത് അദ്ദേഹം വളരെ സജീവമാക്കി. അതുവരെ ഇലക്ഷനില് വരുമോ വരില്ല എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ ജയലളിതയുടെ മരണം എന്ന് പറയുന്നത് അദ്ദേഹം അതാണ് കൃത്യമായ ടൈം എന്ന് ആർക്ക് മനസ്സിലായി? വിജയ്ക്ക് മനസ്സിലായി. പിന്നെ ബാക്കിയുള്ള കാരണവന്മാരുണ്ടല്ലോ തമിഴ് സിനിമയിലെ, രജനീകാന്തും കമലും, രണ്ടും ഏകദേശം പയറ്റി തെളിഞ്ഞ് ഫെയിലിയറായി. രജനീകാന്തിന്റെ കാര്യം അറിയാലോ, ആൾക്ക് നല്ല മുഖ്യമന്ത്രി കസേരയ്ക്ക് നല്ല നോട്ടുള്ള ആളാണ് ഈ രജനീകാന്ത് എന്ന് പറയുന്ന നടൻ. അദ്ദേഹത്തിന് അസുഖം ബാധിച്ചു. അപ്പോൾ അദ്ദേഹം
ഇതിലും വരുന്നില്ല, കണ്ടുപിടിക്കുകയും പോയതാണ്. അപ്പോൾ മൊത്തം അവസ്ഥ വളരെ പരിതാപകരമായപ്പോൾ മറ്റേ കറക്റ്റ് ടൈമാണ്, വിജയിൻ്റെ ടൈം എന്ന് പറയുന്നത് കറക്റ്റ് ടൈമാണ്. അത് അദ്ദേഹം മുതലെടുപ്പ് നടത്താൻ വേണ്ടി ശ്രമിച്ചു ജയലളിതൻ്റെ മരണശേഷം. പക്ഷെ അത് ഇങ്ങനെയുമായി. ഓക്കെ കുറേ ഫാൻസ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ. അതായത് സിനിമയല്ല രാഷ്ട്രീയം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ജനനായകം എന്ന് പറയുന്ന ഫിലിം ഒരു ഫെബ്രുവരി 15 ഉള്ളിൽ ആസ് എ വിജയ് ഫാൻ എന്ന നിലയ്ക്ക് ആഗ്രഹിക്കുന്നു. എന്നിട്ട് വിജയ് ശക്തമായിട്ട് വരട്ടെ. അദ്ദേഹത്തിന് മറ്റ് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളൊക്കെ തരണം ചെയ്ത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ശക്തമായ രീതിയിൽ നിൽക്കട്ടെ. നമുക്ക് ഇനിയും വരും രാഷ്ട്രീയ കളികൾ നേരിട്ട് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.